ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പവിത്രമായ ബിസ്മിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീമിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിൽ ചില രഹസ്യങ്ങളുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മനസ്സിനുള്ളിൽ അടിഞ്ഞുകൂടിയ തെറ്റായ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ബിസ്മിയിലൂടെ ശരിയായ വിശ്വാസാചാരങ്ങളെ ഖൽബിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. ആദ്യം നടക്കുന്നത് വൃത്തിയാക്കലാണ്. മനസ്സിൽ തെറ്റായ വിശ്വാസങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തുക, അതാണ് അഊദുവിലൂടെ ചെയ്യുന്നത്. അതിനുശേഷം ആ വൃത്തിയാക്കൽ നടന്നതിന് ശേഷം ബിസ്മിയിലൂടെ നല്ല വിശ്വാസങ്ങളെ ഖൽബിൽ സ്ഥാപിക്കുകയാണ്. തഹ്ലിയത്തും തഹ്ലിയത്തും എന്ന് പറയാറുണ്ട്. അതായത് ഖൽബിൽ മോശമായ കാര്യങ്ങൾ, അടിഞ്ഞുകൂടിയ തെറ്റിൻ്റെ കറുത്ത പുള്ളികൾ എല്ലാം മാറ്റി നിർത്തി ഇസ്തിഗ്ഫാറിലൂടെ ഖൽബിനെ വൃത്തിയാക്കിയ ശേഷം നന്മകൾ ചെയ്യുമ്പോൾ വെളുത്ത ഖൽബ് പ്രകാശിക്കും എന്ന് പറഞ്ഞതുപോലെ ആദ്യം വൃത്തിയാക്കൽ നടന്ന ശേഷമാണ് അലങ്കാരം നടക്കുന്നത്. തെറ്റിൽ നിന്ന് പിന്മാറാതെ നന്മ ചെയ്താൽ വൃത്തിയാക്കാതെ അലങ്കരിക്കാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ പൈശാചികമായ സകലമായ ചിന്തകളിൽ നിന്നും ഖൽബിനെ മുക്തമാക്കി, എന്നിട്ട് ഇലാഹിയായ ചിന്തകളെ കൊണ്ട് ഖൽബ് നിറക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബിസ്മിയുടെ മഹത്വം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്താണെന്നാണ് ഷാഫിഈ മദ്ഹബ്. അതുപോലെ മറ്റുള്ള സൂറത്തിലെല്ലാം ഒരായത്തായിട്ടാണ് ബിസ്മിയെ ഷാഫിഈ മദ്ഹബിൽ പരിചയപ്പെടുത്തുന്നത്. പ്രബലമായ അഭിപ്രായം അങ്ങനെയാണ്. ബിസ്മിയുടെ മഹത്വം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബിസ്മിയുടെ ആ ബാ മാത്രം ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ 70ഓളം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ആ ബിസ്മിയിലെ ബാഇനെ കുറിച്ച് എനിക്ക് പറയാൻ അറിവുകളുണ്ടെന്ന് അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലത്തെ എല്ലാ കിതാബിലുള്ള അറിവിൻ്റെ ശേഖരങ്ങളും വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയ സർവ അറിവിൻ്റെ ശേഖരങ്ങളും വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയതെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ അടങ്ങിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ അടങ്ങിയതെല്ലാം ആ ബിസ്മിയിലെ ബായിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ബിസ്മിയിലെ ബായിനെ മാത്രം വിശദീകരിച്ചാൽ 70ഓളം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ജ്ഞാനശേഖരമായി മാറുമെന്ന് അലിയുൻ കറമല്ലാഹു വജ്ഹുഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ബിസ്മിയിലെ ഹർഫുകളുടെ, അക്ഷരങ്ങളുടെ എണ്ണം 19 എണ്ണമാണ്. നരകത്തെ കാക്കുന്ന മലക്കുകളുടെ എണ്ണവും 19 ഓരോ ബിസ്മി ചൊല്ലുമ്പോഴും ബിസ്മിയുടെ ഓരോ അക്ഷരങ്ങളും മൻ അറാദ അൻ യുൻജിയഹുല്ലാഹു മിനർ റബ്ബാനിയത്തി 19 ഫല്യഖ്റഇൽ ബസ്മല. ആരെങ്കിലും ഈ സബാനിയായ 19 മലക്കിൽ നിന്ന് കാവൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിസ്മിയുടെ 19 ഹർഫുകൾ ആ 19 മലക്കിൽ നിന്ന് കാവലാണ്. ബിസ്മി ചൊല്ലിയാൽ, ബിസ്മി പതിവാക്കിയാൽ അതിന് കാവലുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും താഴെ കിടക്കുന്ന ബിസ്മി എഴുതിയ കടലാസ് നിലത്തു വീണ് കിടക്കുന്നത് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അത് ഉയർത്തിവെച്ചാൽ അവനെ ഇല്ലിയീനിൽ അവൻ്റെ പേര് രേഖപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇല്ലിയീനിലേക്ക് ഉയർത്തും, സ്വർഗത്തിലേക്ക് അവൻ്റെ പദവി ഉയർത്തും. അവനും അവൻ്റെ മാതാപിതാക്കൾക്കും പാപം പുറത്തു കൊടുക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുപോലെ ഒരു ബിസ്മി എഴുതിയ കടലാസ് നിലത്ത് വീണ് കിടന്നാൽ അത് ഒരു വലിയ വന്നെടുക്കുന്നത് വരെ അതിനെ സംരക്ഷിക്കാൻ, അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത്തരം ഒരുപാട് പവിത്രതയുള്ള, ഒരുപാട് രഹസ്യങ്ങളുള്ള, ഒരുപാട് ഫലങ്ങളുള്ള ദിക്റാണ് വിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. അള്ളാഹ് എന്ന നാമമാണ് ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ. അള്ളാഹ് എന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇസ്മുൽ അഅ്ലം കൊണ്ട് ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുമെന്നാണ് ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം. ഇസ്മുൽ അഅ്ലമായിക്കൊണ്ട് അള്ളാഹ് എന്ന നാമത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ഇസ്മുൽ അഅ്ലമായിക്കൊണ്ട് അള്ളാഹ് എന്ന നാമത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ മറ്റു പേരുകൾ മജാസിയായിക്കൊണ്ട്, അലങ്കാരപ്രദമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. റഹീം എന്ന് മറ്റുള്ളവർക്ക് പറയാം, അവനൊരു റഹീമാണ്,
അവന് സമീആണ് എന്നൊക്കെ പറയാം. എന്നാൽ അള്ളാഹ് എന്ന പേര് ഹഖീഖിയായിട്ടും മജാസിയായിട്ടും അള്ളാഹുവിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്രയും പവിത്രമായ അള്ളാഹുവിൻ്റെ എല്ലാ സിഫാത്തുകളും അള്ളാഹുവിൻ്റെ കമാലിയത്തിനെ അറിയിക്കുന്ന, അള്ളാഹുവിൻ്റെ വാജിബുൽ വുജൂദ്, അള്ളാഹുവിൻ്റെ വുജൂദിയത്തിൻ്റെ ആ ഒരു വുജൂബിനെ എല്ലാ ഒരുമിച്ച് കൂട്ടുന്ന സകലമായ സിഫാത്തുകളും വിശേഷണങ്ങളും ഗുണങ്ങളും ഒത്തൊരുമിക്കുന്ന അർത്ഥമുള്ള ഒരു വിശുദ്ധമായ വാക്യമാണ്, വിശുദ്ധമായ നാമമാണ് അള്ളാഹ് എന്നത്. ആ അള്ളാഹ് എന്ന നാമമടങ്ങിയ റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പ്രധാനപ്പെട്ട റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന റഹ്മാനും റഹീമും അടങ്ങിയ, അതുപോലെ രഹസ്യങ്ങളടങ്ങിയ ഉള്ള, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു വാക്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചെല്ലണമെന്നും ആരെങ്കിലും ബിസ്മിയില്ലാതെ നല്ല കാര്യങ്ങൾ തുടങ്ങിയാൽ അത് അബ്തറാണ്, അത് ബറക്കത്ത് മുറിഞ്ഞതാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മിയുടെ ഉൾപ്പെടെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.